സാന്റിയാഗോ പഴയ പട്ടണം, അതായത് സാന്റിയാഗോ ഓൾഡ് ടൗൺ. ഈ വീഡിയോയിൽ നിങ്ങളെ ഞാൻ സാന്റിയാഗോയുടെ പഴയ പട്ടണത്തിലേക്ക് കൊണ്ടുപോകുകയാണ്. കാലിഫോർണിയയുടെ ചരിത്രപരമായ പ്രാധാന്യം കൊണ്ട് ഈ പട്ടണം പ്രശസ്തമാണ്. ചരിത്രം എന്ന് പറയുമ്പോൾ ഈ പട്ടണം 1820കളിൽ സ്ഥാപിച്ചതാണ്. അന്ന് ഇതൊരു ചെറിയ ഗ്രാമമായിരുന്നു. പിന്നീട് ഇതൊരു വലിയ പട്ടണമായി വളർന്നു. ഇതിലെ പ്രധാന ആകർഷണങ്ങൾ എന്ന് പറയുന്നത് ഓൾഡ് ടൗൺ ആൻഡ് സാന്റിയാഗോ സ്റ്റേറ്റ് ഹിസ്റ്റോറിക് പാർക്ക്. ഈ പാർക്കിൽ നിരവധി ചരിത്ര കെട്ടിടങ്ങളുണ്ട്. അവ ഇപ്പോൾ മ്യൂസിയങ്ങളായി പ്രവർത്തിക്കുന്നു. വേലി ഹൗസ്, അമേരിക്കയിലെ ഏറ്റവും പഴയ വീടുകളിൽ ഒന്നാണ് വേലി ഹൗസ്. ഇത് ഇപ്പോൾ ഒരു മ്യൂസിയമായി പ്രവർത്തിക്കുന്നു. ഓൾഡ് ടൗൺ സെമിത്തേരി. ഈ സെമിത്തേരി 19ാം നൂറ്റാണ്ടിലുള്ളതാണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെ ഇവിടെ എത്തിച്ചേരുക. സാന്റിയാഗോയിലെ പഴയ പട്ടണത്തിൽ എത്തിച്ചേരുന്നതിന് നിരവധി ഓപ്ഷനുകളുണ്ട് കേട്ടോ. കാറിലാണെങ്കിൽ നമ്മൾ വരുമ്പോൾ സാന്റിയാഗോയിൽ നിന്ന് പഴയ പട്ടണത്തേക്ക്, അതായത് ഓൾഡ് ടൗണിലേക്ക് കാറിൽ എത്തിച്ചേരാൻ പറ്റും. ഇനി പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ട്. നമുക്ക് സാന്റിയാഗോയിലെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉപയോഗിച്ച് നമുക്ക് ഈ സാന്റിയാഗോയിലേക്കും എത്തിച്ചേരാം. അതേപോലെ തന്നെ റൈഡ് ഷെയറിംഗ് സേവനങ്ങളും ഉണ്ട് ഇവിടെ. പഴയ പട്ടണത്തിലേക്ക് നമുക്കത് സാന്റിയാഗോ ഓൾഡ് ടൗണിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് ഇതുപോലുള്ള റൈഡ് ഷെയറിംഗ് സർവീസസ് നമുക്ക് അവൈലബിൾ ആണ്. യൂബർ, ലിഫ്റ്റ് എന്നിവ ഉപയോഗിക്കാം. നമുക്കിനി ഇവിടെ ഓൾഡ് ടൗണിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതായത് ചരിത്ര കെട്ടിടങ്ങൾ നമുക്കിവിടെ സന്ദർശിക്കാൻ സാധിക്കും. പഴയ പട്ടണത്തിൽ നിരവധി ചരിത്ര കെട്ടിടങ്ങൾ ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇപ്പം മ്യൂസിയങ്ങളായി പ്രവർത്തിക്കുന്നു. അപ്പോൾ അവിടെ നമുക്ക് ഒരു മ്യൂസിയം പോലെ, ഇപ്പോൾ ഇവിടെ കാണുന്ന ഒരു മ്യൂസിയമാണ്. ഇവിടെ നമുക്ക് നിരവധി പഴയ കാലത്തെ കാര്യങ്ങളെ പറ്റി നമുക്ക് കാണാനും ഒക്കെ സാധിക്കുന്നതാണ്.
ഇവിടെ സാന്റിയാഗോ ഓൾഡ് ടൗണിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ മിസ് ചെയ്യാത്ത ഒരു ഷോപ്പാണ് കേട്ടോ ഇത്. എനിക്ക് ഈ ഷോപ്പ് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ കയറി കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള നല്ല വെറൈറ്റി സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇൻഡോർ ആവട്ടെ ഔട്ട്ഡോർ ആവട്ടെ, നമുക്ക് നമ്മുടെ വീട് മനോഹരമാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള പല തരത്തിലുള്ള സാധനങ്ങൾ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. ഇതൊക്കെ തന്നെ നോക്കുമ്പോൾ എന്ത് ഭംഗിയാണ്. നമുക്ക് പല തരത്തിൽ പല രീതിയിൽ അവരത് പെയിൻറ്റ് ചെയ്ത രീതിയാവട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഷേപ്പ് എന്ന് നോക്കുമ്പോഴാണ് നമുക്കെന്ന് വെച്ചാൽ അത് മേടിക്കാൻ നമ്മൾ വല്ലാതെ അങ്ങനെ എന്താ പറയുക, നമ്മൾ ആഗ്രഹിപ്പിക്കുന്ന തരത്തിലാണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ ഷോപ്പിൽ നോക്കുമ്പോൾ തന്നെ ഒരു ഹ്യൂജ് കളക്ഷൻ ഓഫ് ചട്ടിയാവട്ടെ എന്തും നമുക്കൊരു ഒത്തിരി ഒന്നും രണ്ടിലൊന്നും ഒതുങ്ങുന്നില്ല. ഒരു സാധനം തന്നെ പല രീതിയിൽ പല തരത്തിലാണ് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ഒന്ന് നോക്കുമ്പോൾ അടുത്തതിലേക്ക് നമ്മൾ അട്രാക്റ്റഡ് ആയി പോവുകയാണ്. അപ്പോൾ അത് വേണോ ഇത് വേണോ എന്നുള്ള കൺഫ്യൂഷനിൽ നമ്മൾ നിന്നു പോകും. അത്രയും നല്ല മനോഹരമായിട്ടാണ് അവർ ഇവിടെ എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കുകയാണെങ്കിൽ തന്നെ അവിടെയും കാണാം വ്യത്യസ്ത തരത്തിലുള്ള സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതായത് നമുക്കിപ്പോൾ വീട്ടിൻ്റെ അകത്ത് നമ്മളിപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് ഭംഗിയിൽ വെക്കാൻ പറ്റുന്നോ അമ്മാതിരി സാധനങ്ങൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. കുട്ടി കുട്ടി സാധനങ്ങൾ കിട്ടും, വലുത് കിട്ടും, അങ്ങനെ പല സൈസും ഉണ്ട് കേട്ടോ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത.
ഇതൊക്കെ കണ്ടില്ലേ, ഇതിൻ്റെയൊക്കെ ഒരു സൗണ്ട് ഭയങ്കര സൗണ്ട് തന്നെയായിരുന്നു. ഞങ്ങളങ്ങനെ അടിച്ചു നോക്കി കളിക്കുകയായിരുന്നു. അപ്പോൾ ഇത് മൊത്തം എക്കോ നിറഞ്ഞ് നല്ല രസമായിരുന്നു സൗണ്ട് കേൾക്കാനൊക്കെ ആയിട്ട്. നല്ല ഭംഗിയാണ്. ഇനിയിപ്പോൾ അവിടെ വന്ന് നമ്മളൊന്നും മേടിച്ചില്ലെങ്കിലും വേണ്ടില്ല, നമ്മൾ ചുമ്മാ അങ്ങനെ നടന്ന് ഇതൊക്കെ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷമാണ്. ഇവിടെ നമുക്ക് നല്ല വെറൈറ്റി, ഇവിടുത്തെ നമുക്ക് ഇവിടുത്തെ ഈ ടൗൺ പ്ലാസിലേക്കൂടെ നടക്കാം. ഒരുപാട് നടക്കുമ്പോൾ നമുക്ക് ഒത്തിരി വ്യത്യസ്തമായ കാഴ്ചകൾ കാണാൻ പറ്റും. ഇരുവശങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന കുറേ കടകളും, ആ കടകളിൽ നമുക്ക് കയറി സാധനങ്ങൾ മേടിക്കാം. അതുപോലത്തെ നല്ല അടിപൊളി ഭക്ഷണങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. മെക്സിക്കൻ ഫുഡിൻ്റെ ഒക്കെ ഒരു ഒതൻറ്റിക് മെക്സിക്കൻ ഫുഡൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ സാധിക്കും ഇവിടുന്ന്. പിന്നെ അതേപോലെ തന്നെ ലൈവ് മ്യൂസിക് നമുക്ക് പോണ വഴി കൂടെ ചില ഷോപ്പുകളിലൊക്കെ നടക്കുന്നത് കാണാൻ പറ്റും. അതേപോലെ തന്നെ നിരവധി നല്ല ഭംഗിയുള്ള ഹാൻഡ് ക്രാഫ്റ്റ് സാധനങ്ങളും, അതായത് ഹാൻഡ് മെയ്ഡ് സോപ്പ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം നമുക്കത് മേടിക്കാൻ സാധിക്കുന്നതാണ്. വസ്ത്രങ്ങളാവട്ടെ എന്തും നമുക്ക് വ്യത്യസ്ത രീതിയിൽ നമുക്ക് ആ ഒരു ഓൾഡ് കളക്ഷനിലൊക്കെ നമുക്ക് ഒരുപാട് കിട്ടുന്ന നല്ലൊരു ഏരിയ തന്നെയാണിത്, ഓൾഡ് ടൗൺ എന്ന് പറയുന്നത്. ഇത് നമ്മൾ സൈഡിലൊക്കെ കാണുന്ന ചെറിയ ചെറിയ കുട്ടി ഷോപ്സാണ്. അങ്ങനെ മെക്സിക്കൻ ഫുഡൊക്കെ അടുത്തുണ്ട്. മാർഗരീറ്റ അങ്ങനത്തെ എല്ലാ തരത്തിലുള്ള ഐറ്റംസും അവൈലബിൾ ആണ് എല്ലാ ഭാഗത്തും. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനും ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഏത് ഭക്ഷണവും എങ്ങനെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. നടന്ന് വിശന്നപ്പോൾ ഞങ്ങൾ ഇതേപോലെ ഒരു ഷോപ്പ് കയറി. അപ്പോൾ അവിടെ നിന്ന് കോഫി കുടിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ എല്ലാവരും ഓരോന്നാണ് ചൂസ് ചെയ്തത് കേട്ടോ. അപ്പം ചിലർ കാപ്പച്ചീനോ പോലെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോട്ട് ഐറ്റംസ് ആയിട്ട് ചിലർ ഓർഡർ ചെയ്തു, ചിലർ കോൾഡ് ഐറ്റംസ് ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനത്തെ ഓരോ ഐറ്റംസ് ആയിട്ടാണ് നമ്മൾ എടുത്തിരുന്നത്.
അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളുടെ ഇന്നത്തെ യാത്ര അവിടെ അവസാനിക്കുകയാണ്. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.